നാളികേരവും തേനീച്ചയും. പച്ചപ്പ് നിറഞ്ഞ ഒരു കൊച്ചുഗ്രാമത്തിൽ ആകാശത്തേക്ക് തലയുയർത്തി കേരൻ എന്നൊരു തെങ്ങ് നിന്നിരുന്നു. അവൻ ആ ഗ്രാമത്തിലെ ഏറ്റവും ഉയരമുള്ളവനും പ്രായം ചെന്നവനുമായിരുന്നു. ഒരു ദിവസം ഉച്ചയ്ക്ക് മധു എന്ന കുഞ്ഞു തേനീച്ച ക്ഷീണിച്ച് അതുവഴി പറന്നുവന്നു. അവൾക്ക് വല്ലാതെ വിശക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അടുത്തൊന്നും പൂക്കൾ കാണാനുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അവൾ കേരനെ കണ്ടത്. അവന്റെ തലപ്പത്തിരിക്കുന്ന നാളികേരങ്ങൾ കണ്ട് അവളുടെ വായിൽ വെള്ളമൂറി. അബ്ബാ, എന്തുയരം! അവൾ അത്ഭുതത്തോടെ പറഞ്ഞു. അവൾ പറന്ന് കേരന്റെ തടിയുടെ അടുത്തേക്ക് ചെന്നു. കേരൻ മുത്തശ്ശ, എനിക്ക് വല്ലാതെ വിശക്കുന്നു. ദയവായി ഒരു നാളികേരം താഴേക്കിട്ടു തന്ന് സഹായിക്കാമോ? കേരൻ സ്നേഹത്തോടെ ഒന്നു പുഞ്ചിരിച്ചു. കുഞ്ഞെ, എനിക്ക് താഴേക്ക് വളയാനോ നാളികേരം ഇട്ടുതരാനോ കഴിയില്ല. പക്ഷേ നിനക്ക് പരിശ്രമിച്ചാൽ തീർച്ചയായും മുകളിലെത്താൻ സാധിക്കും. ഇതുകേട്ട് മധുവിന് നിരാശ തോന്നി. അവൾ തന്റെ കുഞ്ഞു ചിറകുകളിലേക്കും പിന്നെ കേരന്റെ ഉയരത്തിലേക്കും മാറി മാറി നോക്കി. എന്നെക്കൊണ്ടിതിന് കഴിയുമോ? അവൾ സംശയിച്ചു. പക്ഷേ വിശപ്പ് അവളെ തളർത്താൻ അവൾ അനുവദിച്ചില്ല. ഞാൻ ശ്രമിക്കും, അവൾ ഉറക്കെ പറഞ്ഞുകൊണ്ട് ധൈര്യം സംഭരിച്ച് മുകളിലേക്ക് പറന്നുയർന്നു. പകുതി എത്തിയപ്പോഴേക്കും അവൾ തളർന്നു. ഒരു നിമിഷം വിശ്രമിക്കാനായി അവൾ ഒരോലയിൽ പിടിച്ചിരുന്നു. മുകളിലേക്ക് നോക്കിയപ്പോൾ ഇനിയും ഒരുപാട് ദൂരമുണ്ടെന്ന് അവൾക്ക് തോന്നി. ഒരു ദീർഘനിശ്വാസമെടുത്ത ശേഷം അവൾ വീണ്ടും പറന്നു. ഇത്തവണ അവളുടെ ചിറകുകൾക്ക് ശക്തി കൂടിയതുപോലെ തോന്നി. ഒടുവിൽ അവൾ ഒരു നാളികേരത്തിന്റെ മുകളിൽ വിജയഭാവത്തോടെ ചെന്നിരുന്നു. മിടുക്കി! കേരൻ അവളെ അഭിനന്ദിച്ചു. സ്വന്തമായി അധ്വാനിച്ചു നേടിയ നാളികേരത്തിന് മധുരം കൂടുതലായിരുന്നു. സഹായം ചോദിക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ സ്വന്തം പരിശ്രമമാണ് യഥാർത്ഥ വിജയമെന്ന് അവൾ സന്തോഷത്തോടെ തിരിച്ചറിഞ്ഞു.